ഹലോ, നമ്മൾ രാവിലെ 5 മണിക്ക് പോകുന്നത് വേറെ എവിടേക്കും അല്ല, നമ്മുടെ സേവ് ദ ഡേറ്റ് ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രൈറ്റ് ടു ബി ഷൂട്ട് ഞാൻ ഓൾറെഡി ഫുൾ ബ്ലോഗ് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തൊരു പോയി കാണാം. അപ്പം എൻ്റെ ബ്രൈറ്റ് ടു ബി ആയിരുന്നു കല്യാണത്തിന് മുൻപ് ആദ്യത്തെ ഷൂട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സേവ് ദ ഡേറ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 4:30 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ. ഈ ലൊക്കേഷൻ വന്നിട്ട് വേറെ എവിടെയല്ല, നമ്മുടെ പെരിന്തൽമണ്ണ കൊടികുത്തി മലയാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് നമ്മൾ മല കയറുമ്പോൾ തന്നെ നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ, കാരണം സൺറൈസിൻ്റെ സമയമാണ്. അതുകൊണ്ട് നല്ല മോർണിംഗ് ആയതുകൊണ്ട് നല്ല വ്യൂ, നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ക്യാമറാമാൻ കുറച്ച് ലേറ്റ് ആവും എത്താൻ വേണ്ടിയിട്ട്, നമ്മളാണ് ഫസ്റ്റ് എത്തിയത്. പിന്നെ റിസോർട്ടിനെ കുറിച്ച് പറയാനൊന്നുമില്ല, അടിപൊളി വൈബാട്ടോ. പിന്നെ റിസോർട്ട് വന്നിട്ട് നമ്മൾ കൊടികുത്തി മലയിലുള്ള എക്സിറ്റ് റിസോർട്ടാണ് കേട്ടോ. അടിപൊളി വൈബാണ്, പ്രത്യേകിച്ച് മോർണിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ഇവിടെ റൂംസ് അവൈലബിൾ ആണ്. നമുക്ക് ഷൂട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡോറും ഔട്ട്ഡോറും അതൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്. എനിക്ക് ഈവനിങ്ങും നല്ല ഷൂട്ട് എടുക്കാം. എനിക്ക് തോന്നുന്നു ഏറ്റവും ആ കോടൊക്കെ കിട്ടുന്ന ആ ടൈം വന്നിട്ട് മോർണിംഗ് തന്നെ കേട്ടോ, നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മളെ ക്യാമറമാൻ വരാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടോ. പിന്നെ നമ്മൾ ഔട്ട്ഡോർ ആണ് ഷൂട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്, ഇൻഡോർ അല്ല. ഇൻഡോർ നമുക്ക് ചെയ്യാം, അതേപോലെ റൂംസ് ഒക്കെ അവൈലബിൾ ആണ്, അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാം കേട്ടോ. ഞങ്ങൾ എന്തായാലും ഔട്ട്ഡോർ ആട്ടാ ഷൂട്ടിന് നോക്കിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഔട്ട്ഡോർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇൻഡോർ എടുക്കുകയാണെങ്കിലും രണ്ട് സെപ്പറേറ്റ് ആണ് കേട്ടോ ചാർജ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഏകദേശം ഈ ഔട്ട്ഡോർ മാത്രമായിട്ടുണ്ടായിരുന്നത് 3000 സംതിങ് ആണ്, അതായത് 4000-ന്റെ ഉള്ളിലായിട്ടോ എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ ഞങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു ക്യാമറമാൻ വരാൻ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ അത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരിക്കലും വ്ലോഗ് ആക്കണമെന്ന് വിചാരിച്ചതല്ല, കാരണം ഞാൻ ഫോൺ നോക്കിയതിന് ശേഷം എൻ്റെ കസിൻസ് എടുത്ത് ഒരുപാട് ക്ലിപ്പിങ്സ് ഉണ്ടായിരുന്നതില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് വ്ലോഗ് ആക്കാമെന്ന്. നമ്മൾ ഒരുപാട് നേരം നിന്നിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടിയിട്ടോ, കാരണം രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ബ്രൈറ്റ് ടു ബി, സേവ് ദ ഡേറ്റ്, ഇതേപോലെ മാം ടു ബി ഒക്കെ ഷൂട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നി ഈവനിങ്ങും ഒക്കെയാണ് വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടും. അതിനേക്കാൾ സൂപ്പർ ഒന്നും കൂടി ഈ കോടൊക്കെ ആയിട്ട് മോർണിംഗ് ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്കവിടെ പൂളിൻ്റെ സെക്ഷൻ ഉണ്ട്, അവിടേക്ക് പോവാം. ഔട്ട്ഡോർ അതൊക്കെ പെടും കേട്ടോ. നമുക്ക് ഇൻഡോർ മാത്രമാണ് പ്രവേശിക്കാൻ പറ്റാത്തുള്ളൂ. ഔട്ട്ഡോർ എടുക്കുമ്പോൾ നമുക്ക് ഇവിടേക്ക് പോവാം. പിന്നെ പൂളിലേക്ക് അലൗഡ് അല്ല കേട്ടോ. പൂള് വന്നിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഔട്ട്ഡോർ ആണ്, പക്ഷെങ്കിലും പൂള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഔട്ട്ഡോർ ഒരുപാട് അവിടെ നിന്ന് ഷൂട്ട് എടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ മുകളിലോട്ട് കയറിയിട്ടോ. അവിടെയും ഔട്ട്ഡോർ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും അടിപൊളി സ്പേസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോഴാണ് നമ്മുടെ ക്ലൗഡ് ബെഡ്റൂം എല്ലാം ഞങ്ങൾ കണ്ടുകിട്ടോ. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്നൊരു ചേട്ടൻ പെർമിഷൻ തന്നു ഷൂട്ട് എടുത്തോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, നമുക്ക് ഫോട്ടോ അല്ലേ മുഖ്യം പറഞ്ഞിട്ട് നമ്മൾ ഫോട്ടോസും ഒരുപാട് വീഡിയോസും എടുത്തിട്ടോ. ഇതാണ് ഈ കാണുന്നതാണ് കേട്ടോ ക്ലൗഡ് ബെഡ്റൂം. ആ ബെഡ്റൂമിൽ നിന്നുള്ള ഒരു ബാൽക്കണിയാണ് ഈ ഹാർട്ട് ഷേപ്പിൽ കാണുന്നത്. അവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാട്ടോ. വൺ ഡേ പോയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ ആ നാച്ചുറൽ സൗണ്ട്, കിളിയുടെ സൗണ്ടൊക്കെ അടിപൊളിയാണ്. എന്തായാലും നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും ഫോട്ടോസോ വീഡിയോസോ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരുപാട് അപ്ഡേറ്റ് വീഡിയോസ് ഇനി കല്യാണത്തിനൊക്കെ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറെ വീഡിയോ വീണ്ടും വരാം. ബൈ.